സോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ എന്നാൽ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് GTA 5 വെബ് സീരീസ് എപ്പിസോഡും കാലൊക്കെ തന്നെ ആയിട്ടാണ്. ഇത് നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യത്തെ ഒരു എപ്പിസോഡും കാലൊക്കെ തന്നെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റേ ചാനലിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡ്സും കാലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ മൂലമാണ് ഞാൻ എന്തായാലും ആ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി മുതൽ ഈ ചാനലിലായിരിക്കും നമ്മുടെ ബാക്കി വീഡിയോസും കാലൊക്കെ, ആ ചാനലിൽ വേറെ വീഡിയോസും കാലൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗൈസ്. സബ് അടിക്കുക, ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നടന്നതെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നൈസായിട്ട് ഒരു ഗ്യാങ് ആണോ അതോ വലിയൊരു ടീം തന്നെ വേണമെന്ന് പറയാൻ കഴിച്ചു. എന്നാൽ ആ ഒരു ടീമുകൾക്ക് വളരെയധികം പവർഫുള്ളാണ്. ആ ടീമിൻ്റെ പേരോ ഒരു അഡ്രസ്സോ ഒന്നും തന്നെ നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കേസും കാലൊക്കെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോയതാണ്. പിന്നെ ഇപ്പോൾ ആ വള്ളി മൊത്തം നമ്മുടെ മേത്തായി. നോക്കി, അപ്പോൾ എന്തായാലും എന്ത് വന്നാലും ഒരുത്തൻ, അതായത് ഒരു മാസ്ക് വെച്ച് ഒരുത്തനാണ് നമ്മൾ മാക്സിമം ഒരു ബ്ലാക്ക് ഹമ്മർ റിവീലും കാലൊക്കെ അവരെ മാത്രം നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ അവൻ്റെ പിന്നാലെ കുറേ പേരുണ്ടോ എന്നുള്ള കേസ് നമുക്ക് മനസ്സിലായി. കാരണം ഒത്തിരി ഹാക്കേഴ്സും കാലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും നമ്മുടെ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടും കാലൊക്കെ കത്തി നശിച്ചിട്ടുണ്ടായിട്ടോ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടാണ്. നമ്മുടെ പോലീസുകാരനായ ഫ്രണ്ട് നമ്മളെ ഹെൽപ്പും കാലൊക്കെ ചെയ്താണ്. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ സാൻഡി ഷോസിൽ അൺഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ താമസിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും തീർക്കാനായിട്ട് വരും. കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഓഫീസറും കാലൊക്കെ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ടും കാലൊക്കെ തന്നെയാണ് പുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കണ ഒരു വീടും കാലൊക്കെ തന്നെയാണ്. എന്തായാലും അത്യാവശ്യം നല്ലൊരു വീടും കാലൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് വീണ്ടും അറ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് ആ പോലീസുകാർ ഇങ്ങനത്തെ ഒരു വീട് സെറ്റാക്കി തന്നത്. പക്ഷെ എന്തായാലും ആൾ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് ആളൊരു ജൂനിയറാണ്, നമ്മൾ സീനിയറാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആ ഒരു എൻകൗണ്ടറിങ്ങിന് കൂടെ കട്ടയ്ക്ക് നിന്ന് കൂടെ ഹെൽപ്പ് ചെയ്ത ഒരു പോലീസ് ഓഫീസറും കൂടെയാണ് ഇയാൾ. നോക്കി, അപ്പോൾ ഇയാൾ രാവിലെ തന്നെ വന്നിട്ടും കൂടിയുണ്ട്. ഇയാൾ എങ്ങനെ വന്നതെന്നറിയില്ല. കാറൊന്നുമില്ല, നമുക്ക് നിലവിലൊരു ഓടിക്കാൻ വേണ്ടി ഒരു കാറ് തന്നിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് നമുക്ക് ചെയ്തതാണ്. അത് ഈ ഒരു ചെറിയൊരു ടൈപ്പ് വീട്, ഈ ഒരു കാറെല്ലാം നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും ഈ വേഷം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാണ്ടിരിക്കുക. താടിയൊന്നും വടിക്കാൻ എനിക്കും വയ്യ കൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളൊന്നൊരു ഒതുങ്ങിയ രീതിക്കാണ് ഇപ്പോൾ നിലവിൽ നടക്കണം. എങ്ങനെയെങ്കിലും അവനെ പൊക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് എനിക്ക് കൈസ്. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും അവനെ പൊക്കിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവനെ കണ്ടുപിടിക്കാൻ കുറച്ചധികം ടാസ്ക്കാണ്. ലെസ്റ്ററിനെ പോലും പറ്റണില്ലെന്നാണ് പറയണത്. കാരണം അത്രയ്ക്ക് ടാസ്ക്കാണ്. അവൻ്റെ പിന്നാലെ അത്രയും വലിയൊരു ടീം കാലൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാക്കറായിട്ട് ലെസ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ്റെ കൂടെ ഒത്തിരി ഹാക്കേഴ്സ് ഉണ്ട് കൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണ് കൈസ്. അപ്പോൾ ദൈവം നൈസായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാം. ഓക്കെ കൈസ്, അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇയാളെങ്ങനെ വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അതായത് സംഭവം എന്ന് വെച്ചാൽ ഇയാൾ അവിടെ വന്നിറങ്ങിയിട്ട് നടന്നു വന്നതെന്നാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അൺഒഫീഷ്യലായിട്ടുള്ള താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ നമ്മളെക്കുറിച്ച് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തായാലും ഇയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇയാൾ എന്തിനാണ് നമ്മൾ ഇത്ര ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആസ് എ ഫ്രണ്ട് എന്ന് പുള്ളിക്കാരി ഇപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട്, അതായത് ഇയാൾ ജോലിക്ക് കയറിയപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കൂടെ വന്നൊരു മിഷനും കാലൊക്കെ നമ്മുടെ ഒപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞു നോക്കുമ്പോൾ. എന്തായാലും നല്ലൊരു ഓഫീസറാണ്, നല്ല കഴിവുള്ള ചെക്കനാണ് ഇവൻ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല, നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ഇവൻ്റെ നാട് തന്നെ സാൻഡി ഷോസാണ് കൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോൺടാക്ട്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നെ. ഓക്കെ കൈസ്, ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവനെ വിളിക്കാം. ഓക്കെ കൈസ്, ഇപ്പോൾ എന്തായാലും ആളോട് ഞാൻ എന്തായാലും നൈസായിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആളത് എന്തായാലും നൈസായിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. എൻ്റെ മോനെ ഡോറ് ഞാൻ ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. നൈസായിട്ട് അടിച്ച് പൊട്ടിച്ചുണ്ട് ഇവൻ. ഓക്കെ, ഇപ്പോൾ നൈസായിട്ട് നമ്മുടെ ഓഫീസർ ഇയാളെ കയറുന്നില്ലാവോ? ഓക്കെ വന്ന് എന്തോ കാര്യമായിട്ട് നോക്കണ്ട്. എടേ കയറടേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇയാളും അങ്ങനെ നൈസായിട്ട് വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്, സീനില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിക്കാലൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നൈസൊരു വണ്ടിയാണ്. കാര്യം പഴയതാണ്, പക്ഷെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളത് നൈസായിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എന്തായാലും അത്യാവശ്യം സ്ലോ ആണല്ലോ. എന്നാലും വലിയ കുഴപ്പമില്ല, കിട്ടിയത് വെച്ച ഓണം പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അതന്നെ. അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ
നമുക്കിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ തന്നെ താമസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് എന്തായാലും അവൻ അറ്റാക്ക് എങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കഴിച്ചപ്പോൾ തന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയും കാലൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. ആ ഒരു ഷട്ടറിൻ്റെ ഉള്ളിൽ, അതായത് ആ ഗരാജിൻ്റെ ഉള്ളിൽ വണ്ടിയും കാലൊക്കെ കിടപ്പുണ്ട്. അതായത് നമ്മുടെ പോലീസ് വണ്ടി. അപ്പോൾ ആ ഒരു വണ്ടിയും കാലൊക്കെ നമുക്ക് നൈസായിട്ട് അവിടെ എടുക്കണം കഴിച്ച് നോക്കുമ്പോൾ എന്തായാലും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അന്വേഷണം കാലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി പോലീസുകാർ തിരിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് ആ വണ്ടി തിരിച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ മനസ്സില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നൈസായിട്ട് ആ ഒരു വണ്ടി കാലൊക്കെ എടുത്ത് മാറ്റി എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണം. അല്ലെങ്കിൽ എന്തായാലും ആ ഹമ്മർ EVയിൽ വന്ന ഒരുത്തൻ എന്തായാലും അതും കൂടി ബ്ലാസ്റ്റ് ചെയ്ത് കളയാനുള്ളൊരു സാധ്യതയും കാലൊക്കെ തന്നെ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് അവൻ ആ ഒരു വണ്ടി കാലൊക്കെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സീനില്ല. നമുക്ക് നല്ല ആ ഒരു വണ്ടി കാലൊക്കെ നൈസായിട്ട് പോയിട്ടെടുക്കണം ഗൈസ്. ഇപ്പോൾ നല്ല വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാത്തവർ എന്തായാലും ലൈക്ക് അടിക്കട്ടെ ഗൈസ്. സബ് അടിക്കാറ് ഇപ്പോൾ തന്നെ കയറി സബ് അടിക്കുക. എന്തായാലും ഈ ഒരു ചാനൽ ഇനി എന്തായാലും വീഡിയോസും കാലൊക്കെ വരുന്നതായിരിക്കും നിങ്ങളെന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഞെക്കി സെറ്റാക്കി വെച്ചേക്കാം. നമുക്ക് അന്നേരം നേരെ സ്പോട്ടിലേക്ക് പോകട്ടെ ഗൈസ്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചാവിയും കാലൊക്കെ ഇവൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ആവുമെന്ന് അറിയില്ല, കാരണം കുറേ ദിവസങ്ങളായി. അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് മഴയും കാലൊക്കെ പെയ്തായിരുന്നു. പിന്നെ മെയിൻ്റനൻസ് അല്ലാതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇപ്പോൾ ആ വീടും കാലൊക്കെ. എന്തായാലും ഇൻറ്റീരിയർ ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ടാവും, അതെന്തായാലും കൺഫേം ആണ്. എൻ്റെ മോനെ അത്യാവശ്യം ഇവിടെ പുല്ലുകൾ ഇതൊക്കെ ആയിട്ടാ, ഒന്നും പറയാനില്ല. ചേച്ചിപ്പോൾ നല്ല ഡോറ് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ, ഡോറൊക്കെ ഫുള്ള് ജാമാണ്, അകത്തേക്ക് പോലും കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഇത്തിക്കോടെങ്കിലും കയറാൻ പറ്റുമോ? ഓ, ഇതൊക്കെ മറഞ്ഞു കിടക്കാണ്. അതിൽ ഇതിൻ്റെ അകത്തും കയറാൻ പറ്റില്ല. ഓ, മൊത്തത്തിലൊരുമാതിരി ഒന്നും പറയാനില്ല കേസ്. ഫുള്ള് ചെടി വളർന്നു. എൻ്റെ മോനെ, ഗരാജിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് പുല്ലായിട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ചായ തന്നെ നമുക്ക് എന്നിട്ട് സ്റ്റാർട്ടാവും നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കട്ടെ കേസ്. ഓ ഭാഗ്യം, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, സീനില്ല. ഫുള്ള് പുല്ലായോണ്ടേ എന്തായാലും ആ പൊടി ചെറിയ എനിക്ക് ചെളിയൊക്കെ അടിയിൽ പിടിച്ചിരിപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ നല്ല നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി കലക ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കയറ്റി അങ്ങോട്ട് ഒതുക്കിയിടാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അവന്മാരുടെ ആൾക്കാരെങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത് എൻ്റെ വണ്ടിയാണെന്ന് ഇവന്മാർക്ക് അറിയാം. അപ്പോൾ എന്തായാലും തടഞ്ഞു നിർത്തി എന്തായാലും നമ്മളെ ജീവനോട് ഉണ്ടോ എന്നൊക്കെ എന്തായാലും നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വണ്ടി കാലൊക്കെ കൊണ്ടുവരുന്നത് എന്തായാലും സേഫ് അല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വേറൊരു രീതിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, ഈ ഒരു വണ്ടി കാലൊക്കെ കൊണ്ടുപോയി സേഫായിട്ടൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ഗൈസ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ നൈസായിട്ട് ഇപ്പോൾ ചാവി കാലം കിട്ടിയ സ്ഥിതിക്ക് ഇവരെ നൈസായിട്ട് നമുക്കത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വണ്ടി കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇടേ വേഗം കയറേ. ഇപ്പോൾ ആളതേ നൈസായിട്ട് വന്ന് കയറുന്നുണ്ട്. ഇയാൾക്ക് എന്തായാലും ഡ്യൂട്ടി കയറണമല്ലോ. പിന്നെ വേറൊരു കേസ് കൂടി ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്, അതെന്തായാലും അപ്പടെ വെച്ചിട്ട് പറഞ്ഞ് എന്തായാലും നൈസായിട്ട് വണ്ടി എടുത്തിട്ട് നമുക്കതായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ അങ്ങനെ നൈസായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ സാൻഡി ഷൂസിൻ്റെ ഒരു വണ്ടി കാണുമ്പോൾ എന്തായാലും ഡൗട്ട് വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അധികം പോലീസുകാരൊന്നും ഇല്ല. നൈസായിട്ട് ഇവനോട് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് സംസാരിച്ചേക്കാം. അല്ല ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, വേണ്ട വണ്ടിയുടെ അകത്ത് തന്നെ കയറാം. വണ്ടിയുടെ അകത്ത് തന്നെ കയറുന്നത് സേഫ്. ഇവിടെ വണ്ടിയുടെ അകത്ത് ഞാൻ പറഞ്ഞു തരാം എന്താ നടക്കണേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്തായാലും അവൻ കളറൊക്കെ മാറ്റി ഇത്ര പെട്ടെന്ന് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം നൈസായിട്ട് ഇവനോട് എന്തായാലും ഇറങ്ങിക്കോളാനായിട്ട് പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി നീ അന്ന് വിട്ടോ. നൈസായിട്ട് അവൻ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നോക്കുമ്പോൾ എന്തായാലും ഈ വണ്ടി ടിൻഡഡ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഇറങ്ങി കിടക്കുന്നത് എത്രത്തോളം സേഫ് ആണെന്ന് എനിക്ക് ഒരു പെട്ടിയില്ല ഗൈസ്. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നൈസായിട്ട് പോകുന്നത് ബെന്നിയുടെ അവിടേക്കാണ്. ബെന്നിയുടെ അവിടെ നിന്ന് പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഗൈസ്. ഇപ്പോൾ നല്ല സംഭവം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിൽ ഇപ്പം നിലവിൽ ഒരു ആക്സിഡൻറ്റ് കാലൊക്കെ പറ്റി അൺഒഫീഷ്യലാണോ ഒക്കെ ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വേറൊരു നാട്ടിലേക്ക് കയറ്റി വിട്ടേക്കാണെന്നാണ് ഞാനിപ്പോൾ പോലീസിൽ, അതായത് നമ്മൾ ഇത്രയും നാൾ ലീവ് എടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അതുപോലെ ലെറ്റർ എഴുതി എന്തായാലും അവിടെ സബ്മിറ്റ് ചെയ്തേക്കാൻ പറയണം. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ വലിയൊരു ലോങ് ലീവിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി തിരക്കാനുള്ള ചാൻസസ് കുറവാണ്. ചിലപ്പോൾ തെറിക്കാം, അതറിയത്തില്ല, കാരണം നമ്മൾ സ്റ്റേഷനിൽ പോകണില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയത്തില്ല, എന്തായാലും അറിയത്തില്ല എന്താ നടക്കാൻ പോകണമെന്ന് ഒരു പെട്ടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ഇവൻ്റെ സീൻ കളയാണ്ട് നമുക്ക് ഒന്നും തന്നെ അനങ്ങാൻ പോലും പറ്റില്ല. കാരണം എന്ന് പറയുക ഇവൻ ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. ഇപ്പോൾ എന്തായാലും നൈസായിട്ട് ഞാനിപ്പോൾ ബെന്നിയുടെ അവിടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ബെന്നിയുടെ അവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം ബെന്നി ഇവിടെ ഉണ്ട്. എൻ്റെ മോനവിടെ അത്യാവശ്യം കാറുകളൊക്കെ ഉണ്ടല്ലോ.
മോനെ നീല ചുമല മഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കതിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ ഓക്കെ കൈസ്, അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും കൈസ് ഞാൻ കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിച്ച് നോക്കിയപ്പോൾ എന്തായാലും ബെന്നി പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ എന്തായാലും ഫ്ലാറ്റ് ബെഡിങ് കാലൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ചോദിച്ചാൽ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് ഫ്ലാറ്റ് ബെഡിൽ ഉണ്ടായാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കവർ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം കൂടി നമുക്ക് തന്നിട്ടുണ്ട് ബെന്നി. അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടി കാലൊക്കെ ഫ്ലാറ്റ് ബെഡിൽ നമുക്ക് കവർ ചെയ്തിട്ട് കൊണ്ടുവരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൈസ്. ഒക്കെ ഇപ്പോൾ എന്തായാലും അതാണ് നടക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് വന്നാൽ എന്തായാലും നാട്ടുകാരും കാണും, എല്ലാവരും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ സീനാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കൈസ്. ഇപ്പോൾ എന്തായാലും ഇവിടെ അത്യാവശ്യം കുറേ കാറുകളൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ മോനെ കൊല്ലൊരു ഫസ്റ്റ് കോപ്പിയാണ്. ഇവിടെ സൂപ്പർ ഇരിപ്പുണ്ട്, ബ്ലാക്ക് കളർ സൂപ്പർ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഈ സമയം ഫ്ലാറ്റ് ബെഡിൻ്റെ കീയും കാലൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. നമുക്കതെല്ലാം നൈസായിട്ട് ആ ഒരു വണ്ടി ആദ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ബെന്നിയുടെ ഗ്യാരേജിൽ തന്നെ വയ്ക്കുക. അതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബെന്നിയുടെ ഗ്യാരേജിൽ അങ്ങനെ ആൾക്കാരൊന്നും വരാറില്ല. കൂടി പോയി എന്നാലും ശരിയാക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വരാറുള്ളൂ. അപ്പോൾ എന്തായാലും ബെന്നിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ബെന്നി എന്തായാലും സേഫായിട്ട് അത് അവിടെ എങ്ങാനും മൂടിയിട്ട് വെച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് സീനില്ല, വണ്ടി എന്തായാലും ഇവിടെ കിടന്നോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടെങ്കിൽ ബെന്നി എന്തായാലും റിപ്പയറിങ് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ പേടിക്കേണ്ട ആവശ്യം കാരണം തന്നെയില്ല. ഞാൻ എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടിയും കാലൊക്കെ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ വണ്ടി അത്യാവശ്യം ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ സ്പോട്ടിലേക്ക് പോകട്ടെ കഴിച്ചൊക്കെ എന്തായാലും ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടും കാലൊക്കെ എത്തും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി ആ ഒരു വണ്ടി കാലൊക്കെ എന്തായാലും സേഫായിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. എൻ്റെ മോനെ എവിടെ ഹോണൊക്കെ അടിച്ചിട്ട് വരണം. വണ്ടി ഇടിച്ചതിന് ശേഷം അവനൊക്കെ ഹോൺ അടിക്കണേ. ഓക്കെ അവിടെ കിടപ്പുണ്ട്, ആരും കാണാത്ത രീതിക്ക് നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നൈസായിട്ട് ഒരു വണ്ടി കാലൊക്കെ കയറ്റാം. ആദ്യം നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് തിരിച്ചിടാം. ഓക്കെ ഞാൻ തിരിച്ചിട്ടുണ്ട്, സീനില്ല. നമുക്കതല്ലേ നേരെ വണ്ടി എടുത്ത് കയറ്റാം മുകളിലേക്ക്. അതായിരിക്കും നല്ലത്. സെറ്റായിട്ട് വണ്ടി കാലൊക്കെ ഞാനങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, വലിയ സീനില്ല. ഓക്കെ അപ്പോൾ എന്തായാലും കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആരും അങ്ങനെ കാണാനായിട്ടുള്ള ചാൻസസും കാലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോങ്ങി. ഇവിടെ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ ഇപ്പോൾ എന്തായാലും അറിയത്തില്ല. എന്തായാലും നമ്മൾ നൈസായിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനുകളുണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടിയൊക്കെ കവർ ചെയ്ത് കൊണ്ടുപോകണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ബ്ലാക്ക് കളർ വണ്ടിയോ ഭാഗ്യം, ഹമ്മറിയൊന്നുമല്ല. ആ ഒരു വണ്ടിയാണ് പ്രശ്നം. കാരണം അവൻ്റെ കയ്യിൽ ആ ഒരു ഒറ്റ വണ്ടി ഉള്ളതുകൊണ്ട് ആ ഒരു വണ്ടി തന്നെ റെയറും കൂടിയാണ് നമ്മുടെ ലോസ് ആൻഡ് ഹൗസിൽ. ആ ഒരു വണ്ടിയിലാണ് മെയിനായിട്ട് വരുന്നത് തന്നെ. നോക്കിയപ്പോൾ ആ ഒരു വണ്ടി എപ്പോഴെങ്കിലും കാണാൻ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം വെറുതെ വിടത്തില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. കഴിച്ചപ്പോൾ എന്തായാലും വണ്ടി എന്തെങ്കിലും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നല്ല സേഫായിട്ട് പിന്നീട് അവിടെ ഇറക്കി വയ്ക്കാം. കാരണം ഈ ഒരു വണ്ടി ആണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൂ. അത് തന്നെയല്ല, നമുക്കതിൻ്റെ ഈ ഒരു വണ്ടി പോലീസ് ലിവറൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ നമുക്കതിൽ അങ്ങനെ പുറത്തിറക്കി കൊണ്ടു നടക്കാനും പറ്റില്ല. അത് വേറൊരു സീനും കൂടിയാണ്. ഓക്കെ കുറച്ച് ഫ്യൂലും കാലമൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ കുറച്ച് ഫ്യൂലും കാലമൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും സീനില്ല. നമുക്കെന്തായാലും നേരെ ഇനി ട്രക്ക് എടുത്തുകൊണ്ട് പിന്നെ എടുത്തേക്കാം. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്യൂൽ പമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനില്ല. ഓക്കെ നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. ഓക്കെ അല്ലെങ്കിൽ എന്തായാലും കവർ ചെയ്യാണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായാലും ആരെങ്കിലുമൊക്കെ കണ്ട് എന്തായാലും അവന് അവസാനം കിട്ടിയാണ്. കാരണം ഇവൻ്റെ ആൾക്കാർ ഈ നാട് മൊത്തം ഉണ്ട്, ലോസ് ആൻഡേഴ്സ് മൊത്തം ഉണ്ട്. സാൻഡി ഷോർ അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഞാൻ എന്തായാലും നൈസായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നൈസായിട്ട് ബാക്ക് എടുത്തിടാം. ഓക്കെ എൻ്റെ വണ്ടി കാലൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ആദ്യം എന്തായാലും എൻ്റെ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്തിടാം, എന്നിട്ട് വേണം നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് അകത്തേക്ക് കയറ്റിയിടാൻ. എന്തായാലും എടാ എൻ്റെ പിന്നെ ഈ വണ്ടി ഒന്ന് എടുത്ത് പുറത്തിടാതില്ല. ഓക്കെ ഇപ്പോൾ ആളെന്തോ അവിടെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യമായിട്ട് എഞ്ചിന് എന്തോ പറ്റിയെന്നാണ് തോന്നുന്നത് സൂപ്പറയ്ക്ക്. അറിയത്തില്ല, എന്തായാലും പുള്ളി അവിടെ കാര്യമായിട്ട് എന്തോ പണന്തോണ്ടിരിക്കുകയാണ്. ഓക്കെ സെറ്റ് വണ്ടി കാലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രക്കും കാലൊക്കെ എടുത്ത് ബാക്കിലേക്ക് വെച്ചാൽ എനിക്കെന്തായാലും ഒന്ന് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം. കാരണം ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സഹിക്കില്ല. ഓക്കെ സെറ്റായിട്ട് ഞാൻ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. വണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതായാലും ബെന്നിനോടൊന്ന് സംസാരിച്ച് നോക്കാം. ഫ്രാങ്ക്ലി ഞാൻ നിനക്കൊരു ഡീലും കാലൊക്കെ തരാമെന്നാണ് ബെന്നി പറയുന്നത്. നോക്കി അപ്പോൾ എന്തായാലും സംഭവം എന്താ വെച്ചിട്ടാണെങ്കിൽ ഒരു വണ്ടിക്കാലൊക്കെ എനിക്കൊന്ന് സ്റ്റീൽ ചെയ്തിട്ട് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും
നമ്മളെന്തായാലും ഓക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട പ്രതിഫലവും കാലമൊക്കെ നിനക്ക് എന്തായാലും തരാം. ഒരു വണ്ടിയുടെ ഫുൾ റേറ്റ് നിനക്ക് തരാമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം എന്ന് വെച്ചിട്ടാണെങ്കിൽ വണ്ടിക്ക് ഏകദേശം $20 million വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഏകദേശം നമുക്കൊരു $10 to 15 million നിനക്ക് ഞാൻ തരാമെന്നാണ് ബെന്നി പറയുന്നത്. നോക്കിയപ്പോൾ എന്തായാലും ചെറിയൊരു ഡീലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ എന്തായാലും ഓക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലൊക്കേഷനും കാലമൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏത് വണ്ടിയാണെന്നും പറഞ്ഞില്ല. അതൊക്കെ എന്തായാലും വഴിയെ നിൻ്റെ അടുത്ത് പറയാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ വണ്ടി കാലൊക്കെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സീനില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും പിന്നെ എന്തായാലും ചെറിയൊരു ഡീൽ തന്നത് നന്നായി. നമുക്കിപ്പോൾ എന്തായാലും കാശിന് അത്യാവശ്യം നല്ല രീതിക്ക് ആവശ്യവും കാലമൊക്കെ തന്നെ ഉണ്ട്. $10 to 15 million എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും പിന്നെ ആ ഒരു വണ്ടി വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, എന്തായാലും നമ്മളിനിപ്പോൾ നേരെ ആ ഒരു സ്ഥലത്തേക്കാണ് ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞത്. ഏതൊരു ലക്ഷറി കാറും കാലൊക്കെ തന്നെയാണ്. ഏത് വണ്ടിയാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നേരെ സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ വെച്ചിട്ട് വിളിക്കുക, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിന്നോട് വഴിയെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. കേസിപ്പോൾ എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. നമ്മുടെ വൈൻവുഡിൻ്റെ അവിടെ ആയിട്ടാണ് ആ ഒരു വീടിൻ്റെ ലൊക്കേഷൻ കാലം കാണിക്കണം. എന്തായാലും അവിടം വരെ ഇനി എത്തണം. അതായത് ആ ഒരു മലയില്ലേ അവിടം വരെ പോകണമെന്ന് അർത്ഥം. ഇവിടെ അടുത്തൊന്നല്ല എന്തായാലും. അപ്പോൾ നമുക്ക് തന്നെ നൈസായിട്ട് അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും കേസ് ഞാൻ നൈസായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഏകദേശം ഇവിടെ അടുത്ത് എത്താറുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് മലമുകളിൽ കേസ്. അപ്പോൾ എന്തായാലും അപ്പോൾ അതൊരു കിട്ടലും വീടായിരിക്കും കേട്ടോ കേസ്. കാണാൻ നല്ല രസമുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ വൈൻവുഡിൻ്റെ ഏറ്റവും മുകളിലൊക്കെ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ക്യാഷും കാലൊക്കെ വേണം. അപ്പോൾ എന്തായാലും ഏതൊരു ബിസിനസ് മാൻ്റെ വീടാണെന്നാണ് ബെന്നി പറഞ്ഞത്. ഓക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആളിപ്പോൾ വീട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കറക്റ്റ് ടൈമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു വണ്ടിയും കാലൊക്കെ അവിടെ കിടപ്പുണ്ട്. പുള്ളിക്കാരന് വേറെ പല വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ആ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. വണ്ടി വേറെ ഒന്നുമല്ല, ഒരു ഫെറാറിയും കാലൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഏത് മോഡലാണെന്നും പറഞ്ഞില്ല. നമുക്കത് നൈസായിട്ട് മുകളിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും ഓഫ് റോഡ് കയറി പിടിക്കുന്നതാണ് ഞാൻ. ഓക്കെ ഗാർഡ്സ് ഒന്നും അധികം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഓ എൻ്റെ മോനെ, ഫ്രണ്ടിൽ തന്നെ 2 ഗാർഡ്സ് ഉണ്ട്. ഇതാണ് വീടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ആ ഗേറ്റ് തുറന്നത് എന്താണ്? പോസ് പറഞ്ഞോ അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നൈസായിട്ട് ഗേറ്റും കാലൊക്കെ തുറന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വണ്ടി ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും ഇരിക്കട്ടെ. എവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇവിടെ എങ്ങാൻ കയറിക്കട്ടെ. ഓ എൻ്റെ മോനെ, കറക്റ്റ് അതുമ്പോൾ തന്നെ കയറിയിടിച്ച്. നമുക്കതായാലും കുറച്ച് റിവേഴ്സ് എടുത്ത് എന്തായാലും അവിടെ തന്നെ പാർക്ക് ചെയ്തായിരിക്കും സേഫ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നൈസായിട്ട് എൻ്റെ വണ്ടി ഇതിവിടെ മൂലൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഇവിടെ അവരുടെ വീടുണ്ടല്ലേ. നൈസാൻ പതുക്കെട്ടോ. നമുക്ക് ഏതെങ്കിലും ഗണ്ണ് കൊടുത്തില്ലേ ഞാൻ, സൂപ്പറായുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ അവന്മാരെ പൂട്ടാൻ? ഫ്രണ്ടിൽ 2 ഗാർഡ് ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ അവന്മാരെ സൈലൻ്റ് ആയിട്ടായിട്ട് കൊല്ലേണ്ടി വരും. കേസ് വളരെ സ്ലോ ആയിട്ട് തന്നെ പോവാം. അവിടെ എടുത്ത് നിൽപ്പുണ്ട്. എവിടെ അവൻ അവിടെ തന്നെ ഇല്ലേ? ഓക്കെ സീനില്ല. അവനെ നമുക്ക് തീർക്കണം. ഓക്കെ കേസ്, അപ്പോൾ എന്തായാലും അവിടെ 2 പേര് നിൽപ്പുണ്ട്. തിപ്പട്ട ഒരുത്ത് നിൽപ്പുണ്ട്. ഇവൻ ആദ്യം തീർത്താലോ? അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓ എൻ്റെ മോൻ, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരുത്തർ നിൽപ്പുണ്ടാ. ഓഫ്, കുറച്ച് ടാസ്ക്കാണ്. നോക്കാം. എനിക്ക് തോന്നുന്നു ഇവൻ ആദ്യം തീർത്തിട്ട് ആ ഗണ്ണ് എടുക്കാം. ഇവൻ്റെ കയ്യിലിരിക്കണ ഗണ്ണ് ഏതാണാവോ? കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഓ കയ്യിലെന്തോ പിസ്റ്റലെന്തോ ഉള്ളു കയ്യിൽ. ഓക്കെ, കണ്ട് മോനെ, കണ്ട് പണിപ്പാളി. എവിടാ നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ. ഓക്കെ, ഫ്രണ്ടിലുള്ള 2 എണ്ണത്തിന് ആദ്യം തീർക്കാം. ഓക്കെ തീർത്ത് സീനില്ല. അവന്മാരിൽ വേറെ കണ്ണ. ഓ സെറ്റ് ഷോട്ട് ഗണ്ണാണ് കയ്യിലിരിക്കണം. മോനെ നീയൊക്കെ തീർന്നടാ. വന്നിട്ടെ എവിടാ? വാടാ മോനെ, അവനെ തീർത്ത്. ഓക്കെ, ചാവാത്തത് അടുത്തവൻ. ഓക്കെ ഓ പണി. ഹൈഡ് എടുത്തോ. ഓക്കെ, നീ ഏതാടാ? നീയൊക്കെ എവിടെ നിന്ന് വന്നാ? അവനെ തീർത്ത്. ഓക്കെ, ഗണ്ണ് വേണം. ഓ എൻ്റെ മോനെ, ഈ കണ്ണം തയ്യാറിൽ വെക്കണേ. ഓക്കെ ചാട ഇവിടെ നിന്ന് ഫ്രാങ്ക്ലി. എൻ്റെ ആ പൊന്ന് ഫ്രാങ്ക്ലി, എന്തിനിങ്ങനെ വെടികൊള്ളണേ? ഓക്കെ
അവനെ തീർത്ത് ഇതിപ്പോൾ ഇവിടെ എന്തോ കാര്യമായിട്ട് ഗണ്ണുകളുണ്ട്. ഓക്കെ സെറ്റ് ഏക്കെ കിട്ടി. ഇതൊക്കെ തീർന്നടാ മോനെ നീയൊക്കെ. ഈ ചത്തില്ലേ എടാ ചാവടാ നീയൊക്കെ. ഓക്കെ സെറ്റ് അവനെ കൊന്നു. അവനെ തീർത്തുണ്ട്. ഓക്കെ സെറ്റ്. ഇവിടെ ഒരുത്തനോടെ ഉണ്ടായ ഓൾമോസ്റ്റ് ആൾക്കാർ തീർന്നുണ്ട്. അവിടെ അടുത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അവനെടുത്ത് ഇത്ര കിട്ടില്ല വീടാണ്ടോ. നല്ല പ്ലോട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചപ്പോൾ എന്തായാലും നീ ചത്തില്ലേ. ചാവാ പറഞ്ഞ ചാവണം കേട്ടറാ. അല്ലേ ചാവാ പറഞ്ഞ അവൻ അവിടെ നിന്ന് എഴയും കിടന്ന്. ഓക്കെ ഇനി വേറെ ആരും ഇല്ലെന്നാണ് തോന്നേ. ഏതോ ഒരുത്തൻ ഇവിടെ എവിടെയോ നിൽക്കണ്ട്. എവിടെടാ സൈലൻ്റായിട്ട് നിന്ന് എവിടേക്കാണ്ട് മുന്നിലേക്ക് വാടാ. എപ്പോട്ടെന്ന് എവിടേക്കണേ അവനല്ല. ഓക്കെ എവരായിരുന്നാ എവ കിടന്നൊക്കെ വീടിക്കണ. അവനും തീർന്നുണ്ട്, വലിയ വിഷയമില്ല. ഓക്കെ വണ്ടി ഇതേ കിടപ്പുണ്ട് മോനെ. ഓക്കെ സെറ്റ്. ഓ മോനെ ഈ സാധനം ലോക്ക്ഡൗണിലാ. ബെന്നി പ്രത്യേകം പറഞ്ഞു ഡാമേജസ് ഒന്നും വരുത്തല്ലേന്ന്. ശേ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തോ ചെയ്യാനാന്ന് പറയാം. ഇതിപ്പോൾ താക്കോല് എവിടെ നിന്ന് ഞാൻ പോയി എടുക്കും. ഓക്കെ സെറ്റ് വാതിലൊക്കെ തുറന്നിട്ടാ കുഴപ്പമില്ല. ഒരു കിച്ചണ് മേലൊക്കെ ഉണ്ട്. ഓക്കെ അപ്പട്ടെ എവിടെയുള്ള റൂം ഉണ്ടാവുമോ. ഓക്കെ മോനെ പേടിച്ചോ ഞാൻ. എവിടാടാ കൊന്ന് അല്ലേ. അവൻ സൈലന്റ് ആയിട്ട് നിൽക്കാറുണ്ടാ. അവൻ്റെ അറിയാൻ വണ്ടിയുടെ അത് കീയില്ലാന്നപ്പേ. ടോയ്ലറ്റായിരുന്നാ തേങ്ങ. കഷ്ടപ്പെട്ട് അവിടം വരെ വന്നോണ്ട്. ഓക്കെ ഇതേ കീ എടുക്കട്ടെ. ഓക്കെ കഴിച്ചപ്പോൾ കീ കിട്ടുന്നുണ്ട്, വലിയ സീനില്ല. ഇത് തുറക്കോ. ഇത് ഓപ്പൺ ആണല്ലേ. നീ എന്നെ പിന്നെ നിന്ന് വെടിവെക്കില്ലടാ. എവിടെ നിന്ന് നീയൊക്കെ ഒളിച്ചു വെക്കണോ. ഓക്കെ അത് പൊട്ടിത്തെറിക്കോ. അല്ലേ അവനെ ഞാൻ ചാരാക്കി കളഞ്ഞുണ്ട്. സെറ്റ് ഇനി സീനില്ല. അത് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. തുറക്കടേ ഈ സാധനം. ഓക്കെ സെറ്റ്. ഇവിടെ ആയിരുന്നു തുറക്കണ സാധനം. തുറന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. വണ്ടി രക്ഷയില്ലാത്ത ഭംഗിയുണ്ടാ മോനെ. കാണാൻ നല്ല രസമുണ്ട് വണ്ടി. ഓക്കെ ഡാമേജസ് ഒന്നും വരുത്തല്ലേന്നാണ് പറഞ്ഞത്. ഓക്കെ സേഫായിട്ട് വണ്ടി എടുത്തുകൊണ്ടുവന്നുണ്ട്. ഓക്കെ മോനെ എൻ്റെ വണ്ടി എന്തായാലും അവിടെ കിടക്കട്ടെ അല്ലേ. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്, ഞാൻ വന്ന് എടുത്തോളാം. കാരണം ആകെ ഉള്ളൊരു വണ്ടിയാണ്, ആ വണ്ടി എടുത്തേ പറ്റൂ. ഓക്കെ സെറ്റ്. ഈ ഒരു വണ്ടി നൈസ് വണ്ടി ഉണ്ടോ മോനെ. കൊള്ളാം. ഇൻറ്റീരിയർ കൊള്ളാട്ടാ. പക്ക ഒരു കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ലാത്ത മുതലാണിത്. ഓക്കെ കത്തിച്ച് തന്നെ വിടാം. നൈസ്. ഇതിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ നേരെ ബെന്നിയുടെ അടുത്തേക്ക് പോട്ടെ ഗൈസ്. ഓക്കെ നേരെ കത്തിച്ച് തന്നെ അങ്ങോട്ടേക്ക് വിടാം. നൈസായിട്ട് ഞാനങ്ങനെ ഒരു വണ്ടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഡാമേജസ് ഒന്നുമില്ല. വളരെയധികം കഷ്ടപ്പെട്ടും സൂക്ഷിച്ചാണ് ഞാനൊരു വണ്ടി കൊണ്ടുവന്നേക്കണേ. ഓക്കെ മാറിക്കടി. ഓക്കെ പുള്ളിനോട് മാറിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരുമാതിരി. ഇപ്പം എന്തായാലും ഇപ്പോഴേക്കും കൊണ്ടുവന്നിട്ടുണ്ട്, സീനില്ല. ഓക്കെ ബെന്നിയുടെ ഗാരേജൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ്. എൻ്റെ മോനെ ബെന്നി എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇവരങ്ങനെ അറിയാം വണ്ടി എടുത്തുന്ന്. ഓക്കെ ഇപ്പം എന്തായാലും വണ്ടി എൻ്റെ മോനെ ഇത്ര നല്ല കിട്ടലും വണ്ടിയായിരുന്നു. നല്ല രീതിക്ക് തിളങ്ങുണ്ട് കേട്ടോ. ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസ് ഒന്നും തന്നെ ഇല്ല. പക്ക സേഫാണ് കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ നല്ല നൈസായിട്ട് സംസാരിച്ച് നോക്കാം ഞാൻ എന്തായാലും ബെന്നിയുടെ അടുത്ത്. ചോദിച്ചപ്പോൾ ബെന്നി പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടി കാലൊക്കെ ഞാനിപ്പോൾ തന്നെ നിനക്ക് തന്നു വിടാം. ഒരു സ്ഥലം വരെ ഒന്ന് ഡെലിവറി ചെയ്യണ്ട, അതിന് ശേഷമാണ് ആൾ നിനക്ക് ക്യാഷും കാലൊക്കെ തരാമെന്നാണ് പറഞ്ഞു നോക്കിയപ്പോൾ. ആരുടെ ഇല്ലാന്നൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഈ ഒരു വണ്ടി ഒന്ന് പോളിഷ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞു നോക്കിയപ്പോൾ. എന്തായാലും ഓക്കെ ആരുടെ അടുത്ത് കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും
ഓക്കെ നമുക്കൊന്നല്ല വെയിറ്റ് ചെയ്യാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടായില്ലോ. ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ കൈസ്. നോക്കിയപ്പോൾ എന്തായാലും നൈസായിട്ട് ആൾ ബെന്നി ഈ ഒരു വണ്ടിയും കാലൊക്കെ എടുത്തത് ഇവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു ട്രക്കും കാലൊക്കെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ കാര്യമൊന്നും അറിയില്ല. ഓക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇവിടെ എന്താണ് ഇവിടെ നടക്കണം ശരിക്കും. ഓ ആളിതേ ഫോട്ടോസും കാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങടേക്കാണ് കൊണ്ടുപോയി ഡെലിവറി ചെയ്യേണ്ടതെന്ന് ഒരു പെട്ടിയില്ല. ഇപ്പോൾ നല്ല നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കും. ഇത് എങ്ങടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലോ. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ആളെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ സിമിയോൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ സിമിയോന്ന് എനിക്കൊരു സൂട്ട് കേസും കാലൊക്കെ തരും. അതിൻ്റെ അകത്ത് ക്യാഷും കാലൊക്കെ തരുന്നുണ്ട്. ഓക്കെ നല്ല അതിൻ്റെ അകത്ത് എനിക്കുള്ള ക്യാഷ് നീ തന്നിട്ട് എന്തായാലും ബാക്കി ക്യാഷ് നീ എടുത്തു, ബാക്കിയെല്ലാം നിൻ്റെയാണെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ അപ്പോൾ നിൻ്റെയാണ് ഹാർഡ് വർക്ക്. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നീ തന്നെ ആ ഒരു ക്യാഷും കാലം കയ്യിൽ വെച്ചോ എന്നാണ് ആൾ പറയണത്. എന്തായാലും ഒറ്റയടിക്ക് $15 million കിട്ടി. $20 million വണ്ടിയാണത്. ഓക്കെ അതൊരു നല്ല ഡീലാണ്. നമുക്കെന്തായാലും അതായത് ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു എമൗണ്ടാണ് $15 million. അതൊരു നല്ലൊരു എമൗണ്ട് ഉണ്ട് നമുക്കിപ്പോൾ നിലവിൽ. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഒരു ബിസിനസ്സും കാലൊക്കെ തുടങ്ങാൻ അത്യാവശ്യം ക്യാഷൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഒരു വണ്ടി കൊണ്ടുപോയി ഗാരേജിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ നമ്മുടെ സിമിയുടെ ഗാരേജും ഷോറൂമും കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൂ. ഒരു വണ്ടിയോടും ഡെലിവറി ചെയ്ത് സേഫാണ്. എന്തായാലും ബെന്നി പ്രത്യേകം പറഞ്ഞു വളരെയധികം സേഫായിട്ട് കൊണ്ടു കൊടുക്കുക, സ്ക്രാച്ചസും കാര്യമൊന്നും വരരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വില കൂടിയ വണ്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സേഫായിട്ട് തന്നെ വേണം കൊണ്ട് കൊടുക്കാനായിട്ട്. എന്തായാലും ഇവിടെ അടുത്താണ്. ഓക്കെ നമുക്കതായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ് അപ്പോൾ ദേ ഇങ്ങനെ നൈസായിട്ട് സിമിയോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ സിമിയോൻ്റെ ഷോറൂമിൽ എന്തോ കാര്യമായിട്ട് പണി നടക്കേണ്ടതെന്നാണ് തോന്നുന്നത്. എന്താ നടക്കണമെന്ന് ഒരു കിട്ടിയില്ല. എന്തായാലും നൈസായിട്ട് നമുക്ക് ഓക്കെ സിമിയോനവിടെ നിൽപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. സോ ഗൈസ് അപ്പോൾ ദേ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വണ്ടിയും കാലൊക്കെ ഞാൻ ഇവരെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് തന്നിങ്ങനെ ക്യാഷും കാലൊക്കെ. ഗൈസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാഷ് നമുക്ക് ബെന്നിക്ക് എന്തായാലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഗൈസ് ഒക്കെ എന്തായാലും നമുക്ക് എന്തായാലും അത്യാവശ്യം ഫണ്ട് കാലം കിട്ടി ഒരു ചെറിയൊരു ഫെറാറി കൊടുക്കണം തന്നെ. ഗൈസ് നമുക്കും ഇതുപോലത്തെ ഒരു ഡീലർഷിപ്പും വണ്ടി കച്ചവടം അങ്ങനെ എന്തെങ്കിലും പരിപാടികളും കാലൊക്കെ നമുക്ക് എന്തായാലും നിലവിൽ തുടങ്ങണം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയൊരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ നിൽക്കുക. ഗൈസിനടുത്തൊരു കിഡിലിന് എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.